എവരിവൺ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിനേഷന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആ ചാപ്റ്ററിനകത്ത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കുന്നത്. അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന, വേൾഡ് വൈഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസ് ആണ് പഠിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാറുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനകത്തേക്ക് പോവാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 സെക്ഷൻ ആയിട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, ഓണേഴ്സ് ആൻഡ് ബിസിനസ് ആർ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട്, ബിസിനസ് ഹാസ് ഫെയർലി ലോങ് ലൈഫ്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഇഗ്നോർഡ് ഇൻ അക്കൗണ്ട്സ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ മാച്ച് ചെയ്യണം. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് വന്നിട്ടുണ്ട്, മണി മെഷർമെൻറ്റ് വന്നിട്ടുണ്ട്, കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് വന്നിട്ടുണ്ട്, ദെൻ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്, ഗോയിങ് കൺസേൺ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഈ കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യണം, മാച്ച് ചെയ്തിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. നോക്കൂ, ഡൗട്ട്ഫുൾ ഡെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ഡൗട്ട്ഫുൾ ഡെറ്റ്? നമുക്കറിയാം, നമ്മൾ സാധനങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ചിലപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് തരില്ല. ദാറ്റ് ഈസ് കോൾഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്. കിട്ടാക്കടം എന്ന് പറയാം നമുക്കല്ലേ. ചില എമൗണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. ഇത് ബിസിനസ്സിൽ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. ഡൗട്ട്ഫുൾ ഡെറ്റ് ഉണ്ടാവും, പിന്നീട് അത് ബാഡ് ഡെറ്റ് ആയിട്ട് മാറും, കിട്ടാക്കടമായിട്ട് മാറും. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കൊരു ലോസ് വരാൻ വേണ്ടി പോവാണ്, ഒരു നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അതിന് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു, ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നു, സെറ്റ് സൈഡ് ചെയ്ത് വെക്കുന്നു. വൈൽ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ്, ലാഭം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് അങ്ങോട്ട് മാറ്റി വെക്കും. ഇത് കിട്ടാക്കടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്, ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മളിങ്ങനെ ഫ്യൂച്ചർ ലോസ് പ്രൊവൈഡ് ചെയ്ത് വെക്കുന്നത്? ഫ്യൂച്ചറിൽ ലോസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എമൗണ്ട് മാറ്റി വെക്കുന്നത്. നോക്കി, ഇവിടെ ഏത് കൺസെപ്റ്റ് ആണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദ ആൻസർ ഈസ്, നമ്മൾ ഈ ഒരു പോയിന്റിന് നേരെ എഴുതേണ്ടത് നമ്പർ 1 കൺസർവേറ്റിസം കൺസെപ്റ്റ് ആണ്. കൺസർവേറ്റിസം കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രൂഡൻസ് എന്നും പറയാറുണ്ട്. വിച്ച് മീൻസ് വി ഹാവ് ടു പ്രൊവൈഡ് ഫോർ ഫ്യൂച്ചർ ലോസസ്. ഫ്യൂച്ചറിൽ ലോസ് ഉണ്ടാവും എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അതിന് എമൗണ്ട് മാറ്റി വെക്കണം. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് മാറ്റി വെക്കണം. ക്ലിയർ ആണല്ലോ? സോ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നേരെ കൊടുക്കേണ്ടതാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് ആണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് ചെയ്യുന്നതും ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ഈ 2 പോയിന്റുകളും വരാറുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിൽ നോർമലി ഈ ഒരു കൺസെപ്റ്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഓണർ ആൻഡ് ബിസിനസ് ആർ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട്. ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. ഇത് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അതിൻ്റെ ആൻസർ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് നിങ്ങൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. സോ നമുക്കിവിടെ തന്നതിനകത്ത് ഏതാണ്? ഓണർ വേറെ, ബിസിനസ് വേറെ, രണ്ടും 2 എൻറ്റിറ്റികളാണെന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നേരെ കൊടുക്കേണ്ടതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ഓണേഴ്സ് ആൻഡ് ബിസിനസ് ആർ 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്നാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം, നമുക്ക് നോട്ട് എഴുതാൻ വേണ്ടി പറ്റണം അതിനകത്ത്. ഓക്കെ, അതേപോലെ നമ്മൾ മാച്ച് ദ ഫോളോയിങ്, അതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നാൽ അറ്റൻഡ് ചെയ്യാനും പറ്റണം. അടുത്ത പോയിന്റിലേക്ക് പോകാം. ദാറ്റ് ഈസ് ബിസിനസ് ഹാസ് ഫെയർലി ലോങ് ലൈഫ്. ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ബിസിനസ് ഒരുപാട് കാലം എന്ത് ചെയ്യും? നിൽക്കുമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഏതാണ്? ഹിയർ ഇറ്റ് ഈസ്. ഇതിനകത്തുണ്ട്, നമുക്കറിയാം മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ക്യാൻ ആൻസർ ഇറ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അല്ലേ? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. നമ്പർ 3 നമ്മൾ മൂന്നാമത്തെ പോയിന്റിന് നേരെ എഴുതുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കാം. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ അസറ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം കുറയ്ക്കില്ല, പകരം അവിടെ നിന്ന് അതിൻ്റെ ഡിപ്രീസിയേഷൻ മാത്രമേ കുറയ്ക്കുള്ളൂ.
കാരണം നമ്മളെന്താ വിചാരിക്കുന്നത്, അസറ്റ് നമ്മൾ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് വാങ്ങുന്നത്. ബിസിനസ് വിൽ ഓൾസോ കണ്ടിന്യൂ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, സോ ഗോയിങ് കൺസേൺ ആണ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ നേരെ കൊടുക്കേണ്ടത്. അടുത്തത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഇഗ്നോർഡ്. നമുക്കിനി ബാലൻസ് ഉള്ളത് മണി മെഷർമെൻറ്റും കൺസിസ്റ്റൻസിയുമാണ്. നോക്കൂ, നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യില്ല. ഒരു നല്ല മാനേജർ എന്നുള്ള കാര്യം അക്കൗണ്ടൻറ്റ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ബട്ട് മാനേജർക്ക് സാലറി കൊടുത്താൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. മണി മെഷർമെൻ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. മണി മെഷർമെൻറ്റ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. വി റെക്കോർഡ്സ് ഓൺലി ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി റെക്കോർഡ് ഇൻ മണി, അല്ലേ, അല്ലെങ്കിൽ മണി വാല്യൂവിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് മണി മെഷർമെൻറ്റ്. നമ്പർ 4 മണി മെഷർമെൻ്റ് ആണ്. നാലാമത്തെ പോയിന്റ് നമ്മൾ നേരെ കൊടുക്കേണ്ടത് മണി മെഷർമെൻ്റ് ആണ്. അപ്പം മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഓരോന്നും പോയിന്റ് എടുത്ത് എഴുതിയ ശേഷം നേരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രോപ്പറായിട്ട് എക്സാമിന് എഴുതുക. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എനിവേ കൺസിസ്റ്റൻസി എന്നൊരു പ്രിൻസിപ്പിൾ നമുക്കിവിടെ അഡീഷണൽ ആയി തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ ആൻസറിലേക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് പറയാം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്തെല്ലാം മെത്തേഡ്സുകൾ ആണോ ഫോളോ ചെയ്തിട്ടുള്ളത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതേ മെത്തേഡുകളും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടടുത്ത വർഷവും ഫോളോ ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അല്ലേ. ഇപ്പം നമ്മൾ ഈ വർഷം റുപ്പീസിലാണ് കണക്ക് ചെയ്യുന്നതെങ്കിൽ, ഇന്ത്യൻ റുപ്പിയിലാണെങ്കിൽ അടുത്ത വർഷവും നമ്മൾ ഇന്ത്യൻ റുപ്പി തന്നെ ചെയ്യണം. ഡിപ്രീസിയേഷൻ നമ്മൾ ഈ വർഷം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് WDVയിലാണ് ചെയ്തതെങ്കിൽ നമ്മൾ അടുത്ത വർഷം എന്ത് ചെയ്യണം, WDV തന്നെ ചെയ്യണം. ഇതാണ് കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിലെ കൺസെപ്റ്റും പ്രിൻസിപ്പിൾസും എല്ലാം നമുക്ക് എക്സാമിനേഷന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതാണ്. കൂടാതെ അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം.